പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BEd അഡ്മിഷൻ്റെ ഭാഗമായിട്ട് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു എന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചു. പക്ഷേ വിദ്യാർത്ഥികൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കുറേ വിദ്യാർത്ഥികൾ ചോദിച്ചു എനിക്കെന്താ കാണാൻ കഴിയില്ല എന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് അത് കോളേജുകൾക്കാണ് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ആ കോളേജിൽ നിന്നും വിദ്യാർത്ഥികളെ കോൺടാക്റ്റ് ചെയ്തിട്ടാണ് അഡ്മിഷൻ നടപടികൾ ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ ലേറ്റ് രജിസ്ട്രേഷനും തന്നിട്ടുണ്ട്. ഇനി പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉള്ളവരെ പരിഗണിച്ചിട്ട് മാത്രമേ മെറിറ്റ് സീറ്റിലേക്ക് പരിഗണിക്കുള്ളൂ. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് മാനേജ്മെൻറ്റ് സീറ്റ് ഓക്കെയാണ്, ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ല, ആ വിദ്യാർത്ഥിക്ക് ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, എന്നാൽ ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളെ മെറിറ്റ് സീറ്റിലേക്ക് പരിഗണിക്കണമെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലുള്ളവർ കഴിയണം. ഇപ്പോൾ പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റിലുള്ളവർ കഴിയണം. അത് കഴിയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കുറേ കുട്ടികൾ അപേക്ഷിച്ചത് സീറ്റ് കിട്ടാതെ ഇരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിലേക്കുള്ള അഡ്മിഷൻ എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. ഓരോ കോളേജിലെയും ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. ആ റാങ്ക് ലിസ്റ്റിലേക്ക് കോളേജിൽ നിന്നും ഓരോ വിദ്യാർത്ഥിയെ കോൺടാക്റ്റ് ചെയ്യും. നിലവിൽ BEd കോഴ്സുകൾക്ക് ഒരു സീറ്റ്, ചിലപ്പോൾ 0 സീറ്റൊക്കെയാണുള്ളത്. ആ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പം നിലവിൽ അഡ്മിഷൻ എടുത്ത കുട്ടിക്ക് പുതുതായിട്ട് റാങ്ക് ലിസ്റ്റ് എന്ന് വിളിക്കുന്ന സമയത്ത് വേണമെങ്കിൽ പോകാവുന്നതാണ്, വേണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്നും പറയാവുന്നതാണ്. പോകുന്ന സമയത്ത് ആദ്യത്തെ കോളേജിൽ നിന്ന് ഫീസ് തിരിച്ചു തരുന്നതാണ്. പിന്നെ അടുത്ത ദിവസം ചിലപ്പോൾ അടുത്തൊരു കോളേജിൽ നിന്നും വിളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ നിലവിലുള്ള ഏത് കോളേജിൽ നിന്നും നമ്മളെ വിളിക്കാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ 1, 2, 3 കോളേജിൽ നിന്നൊക്കെ വിളിക്കും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോയി ചേരാവുന്നതാണ്. ഇതാണ് റാങ്ക് ലിസ്റ്റിലുള്ള അഡ്മിഷൻ. ഇത്രയാണ് ഇനി സാധ്യത ഉള്ളത്. സീറ്റ് വേക്കൻസി നോക്കുമ്പോൾ വളരെ കുറച്ച് സാധ്യതകളേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോളേജിലൊക്കെ പോയി ബന്ധപ്പെടാവുന്നതാണ് എന്നും കൂടി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.